പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 21 ചാന്ദ്രദിനമായിട്ട് ആചരിക്കുകയാണല്ലോ. അതിനോടനുബന്ധിച്ചിട്ട് 100 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ചാന്ദ്രദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്നാണ്? 1969 ജൂലൈ 21. അതുകൊണ്ടാണ് നമ്മൾ ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ്. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കൽപ്പന ചൗള. ചന്ദ്രനിലേക്ക് പോകുന്നതിന് വേണ്ടി നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച വാഹനം അപ്പോളോ 11. ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്രയാണ്? ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം 5. ചന്ദ്രനെ ഒരു വട്ടം സൂര്യന് ചുറ്റാൻ എടുക്കുന്ന സമയം. ചന്ദ്രൻ ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്രയാണ്? 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റും. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ഏത്? ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. നിങ്ങളിത് നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ. ഒരു നോട്ട്ബുക്ക് എടുത്ത് നോട്ട് ചെയ്തിട്ട് വേണം ഇത് കേൾക്കാനായിട്ട്. അപ്പോൾ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് വിക്ഷേപിച്ചത്. ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെരഷ്കോവ. 1963 തെരഷ്കോവ ബഹിരാകാശത്ത് പോയത്. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. 1984 8 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സെലനോളജി. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ്. ഇതെല്ലാം PSC ക്വസ്റ്റ്യന് വന്നതാണ് കേട്ടോ. രണ്ടാമതായി ചന്ദ്രനിൽ കാൽകുത്തിയത് ആരാണ്? എഡ്വിൻ ആൾഡ്രിൻ. ആദ്യ ചന്ദ്രയാൻ യാത്രയിൽ വാഹനം നിയന്ത്രിച്ചത് ആരായിരുന്നു? മൈക്കിൾ കോളിൻസ്. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം ഏതാണ്? കറുപ്പ്. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ്? റേഡിയോ സന്ദേശങ്ങൾ വഴി. വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽ നക്ഷത്രം ഏതാണ്? ഷൂമാക്കർ ലെവി 9. ആദ്യ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1. 1957 റഷ്യയാണ് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം കൽപ്പന 1. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം എക്കോ. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം മൂൺ മിനറോളജി മാപ്പർ. മൂൺ മിനറോളജി മാപ്പറാണ് ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം. മൂൺ മിനറോളജി മാപ്പർ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന് പേര് നിർദ്ദേശിച്ചത് ആരാണ്? AB വാജ്പേയി. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആന്ധ്രാപ്രദേശിലെ. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരെന്ത്? ഗഗൻയാൻ. ISROയുടെ തലസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ജോൺ ഗ്ലെൻ 77 വയസ്സ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര്? സന്തോഷ് കുളങ്ങര. സന്തോഷ് ജോർജ് കുളങ്ങര. 1903 കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ S സോമനാഥ്. ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ S സോമനാഥ്.
യൂറി ഗഗാറിൻ ഭൂമിയെ ഒരു തവണ ചുറ്റാനെടുത്ത സമയം 108 മിനിറ്റ്. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് കോപ്പർനിക്കസ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഏത് സംസ്ഥാനത്ത് നിന്ന്? ആന്ധ്രാപ്രദേശ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം അപ്പോളോ 11. ഇതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകം ലൂണ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 സെപ്റ്റംബർ 7. എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം GSLV മാർക്ക് 2. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനമാണ് GSLV മാർക്ക് 2. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രപര്യവേഷണ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 1. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലിബിനിറ്റിസ്. ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണ വലം വയ്ക്കുന്നു? 23 തവണ. മനുഷ്യനെ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ എത്തിച്ച ബഹിരാകാശ പേടകം. മനുഷ്യനെ ആദ്യമായി ചന്ദ്ര ഉപരിതലത്തിൽ എത്തിച്ച ബഹിരാകാശ പേടകമാണ് അപ്പോളോ 2. നീൽ ആംസ്ട്രോങ്ങിന് ശേഷം ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി എഡ്വിൻ ആൽഡ്രിൻ. മനുഷ്യൻ ഇതൊരു ചെറിയ കാൽവയ്പ്, മനുഷ്യരാശിക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടം. ആരുടെ വാക്കുകൾ? നീൽ ആംസ്ട്രോങ്ങിൻ്റെ വാക്കുകളാണ്. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ, തിരുവനന്തപുരം ജില്ലയിലെ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ. കൊളംബിയ ബഹിരാകാശ വാഹനം തകർന്നു കൊല്ലപ്പെട്ട വനിതാ ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗള. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകം ലൂണ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ്. ചന്ദ്രൻ്റെ പേരിലുള്ള ദിവസം തിങ്കൾ. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ കാണുന്ന ഏക മനുഷ്യനിർമ്മിതി ചൈനയിലെ വൻമതിൽ. ചന്ദ്രനിൽ ഒരു ദിവസം എന്നത് എത്ര മണിക്കൂറാണ്? ചന്ദ്രനിൽ ഒരു ദിവസം എന്നത് 708.7 മണിക്കൂർ അല്ലെങ്കിൽ 29.53 ഭൗമദിനങ്ങൾക്ക് തുല്യമാണ്. അതായത് ഭൂമിയിലെ 29 ദിവസവും 12 മണിക്കൂറും ചേർന്നതാണ് ഒരു ചന്ദ്രദിനം. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡുകൾ. ഭൂമിക്കും സൂര്യനും മധ്യേ ചന്ദ്രൻ വന്നാലുള്ള ഗ്രഹണത്തിൻ്റെ പേര് സൂര്യഗ്രഹണം. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 2 വിക്ഷേപണവുമായി സഹകരിച്ച രാജ്യമാണ് റഷ്യ. ചന്ദ്രനിൽ ഇറങ്ങുന്ന പേടകത്തിൻ്റെ പേര് വിക്രം. ചന്ദ്രയാൻ 2 പ്രോജക്റ്റ് ഡയറക്ടർ വനിത മുത്തയ്യ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യം ഇന്ത്യ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ജൂലൈ 14, 2023. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനത്തിൻ്റെ പേരാണ് LVM-3, അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 അല്ലെങ്കിൽ GSLV മാർക്ക് 3. ചന്ദ്രയാൻ 3 പേടകം ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിൻ്റ്. ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേര് റിഗോലിത്ത്. ചന്ദ്രനെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് ദേവത സെലിൻ. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം അറിയപ്പെടുന്നത് സൂപ്പർ മൂൺ. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. മനുഷ്യൻ്റെ ചന്ദ്രയാത്രകൾക്ക് നേതൃത്വം നൽകിയ ബഹിരാകാശ ഏജൻസി നാസ.
വിക്രം ലാൻഡറിൽ നിന്നും ചന്ദ്ര ഉപരിതലത്തിൽ ചലിപ്പിക്കാനായി ഇറങ്ങുന്ന റോവറിൻ്റെ പേര്? പ്രജ്ഞാൻ റോവർ. യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം? വോസ്റ്റോക്ക് 1. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? 1 മണിക്കൂർ 29 മിനിറ്റ്. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെരഷ്കോവ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 3യുടെ 3 പ്രധാന ലക്ഷ്യങ്ങൾ: 1. ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക. 2. ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക. 3. ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? 2023 ജൂലൈ 14 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:35. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന്. ചന്ദ്രയാൻ 3 ഉപഗ്രഹത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ച റോക്കറ്റ്. ചന്ദ്രയാൻ 3 ഉപഗ്രഹത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ച റോക്കറ്റ് ഏതാണ്? ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3M അല്ലെങ്കിൽ LVM-3M4. ചന്ദ്രയാൻ പേടകത്തെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാണ്? 2023 ഓഗസ്റ്റ് 1. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. എഡ്വിൻ ആൽഡ്രിൻ്റെ ആത്മകഥയുടെ പേര്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗംഭീരമായ ഒറ്റപ്പെടൽ. എഡ്വിൻ ആൽഡ്രിൻ്റെ ആത്മകഥയുടെ പേരാണ് ഗംഭീരമായ ഒറ്റപ്പെടൽ. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ സ്ഥാപിക്കപ്പെട്ട വർഷം 1958. 58 കേട്ടോ. ആദ്യമായി ടെലസ്കോപ്പ് ഉപയോഗിച്ച് പ്രപഞ്ച നിരീക്ഷണം നടത്തിയത് ഗലീലിയോ ഗലീലി. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോപ്പർനിക്കസ്. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? 12 വർഷം. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം? 8.2 മിനിറ്റ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ വലുതാവുന്നതിനെ പറയുന്ന പേര്? വൃദ്ധി അല്ലെങ്കിൽ വാക്സിങ്. ഒന്നുകൂടി പറയാം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ വലുതാവുന്നതിനെ പറയുന്ന പേരാണ് വൃദ്ധി അല്ലെങ്കിൽ വാക്സിങ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ ചെറുതാവുന്നതിനെ പറയുന്ന പേരാണ് ക്ഷയം അല്ലെങ്കിൽ ബാനിങ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ ചെറുതാവുന്നതിനെ പറയുന്ന പേര് ക്ഷയം അല്ലെങ്കിൽ വാനിങ്. ഇന്ത്യയുടെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലം? വിക്രം സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? തുമ്പ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തുമ്പ. ആദ്യമായി തുമ്പയിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിച്ചത് എന്നാണ്? 1963. മനുഷ്യനെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലം വെച്ച പേടകം? അപ്പോളോ 8. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 100ാമത്തെ ക്വസ്റ്റ്യനാണ്. ചന്ദ്രനിൽ ഇന്ത്യയുടെ പതാക എത്രാമതായാണ് പറക്കുന്നത്? 4ാമത്. അപ്പോൾ ഈ ചന്ദ്രനെ കുറിച്ചുള്ള 100 ക്വസ്റ്റ്യൻസും ഇവിടെ തീരുകയാണ്. ഇത് PSC ക്വസ്റ്റ്യനായിട്ടും വരും, ചന്ദ്രദിനത്തോടനുബന്ധിച്ചിട്ടുള്ള കോമ്പറ്റീഷനുള്ള ക്വസ്റ്റ്യൻസുമായിട്ടും വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.